എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 84 ശ്ലോകം 46 മുതൽ 56 വരെ 11 ശ്ലോകങ്ങൾ. അങ്ങനെ വസുദേവര് നടത്തുന്ന യാഗത്തിലേക്ക് അദ്ദേഹത്തിന്റെ പത്നിമാരും മറ്റുള്ള രാജാക്കന്മാരും എല്ലാവരും വിശേഷ വസ്ത്രാലങ്കാരങ്ങളോടും സർവാഭരണഭൂഷിതരായിട്ടും അങ്ങനെ ആണ് യാഗശാലയിലേക്ക് വന്നത്. വസുദേവരുടെ പത്നിമാരുത പൂജാ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് സർവാഭരണഭൂഷിതരായിട്ട് യാഗശാലയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അതാ അപ്പോഴേക്കെന്താ മൃദംഗം വാദ്യങ്ങളെല്ലാം അങ്ങനെ മുഴങ്ങണു. നടന്മാരും നർത്തകികളൊക്കെ അങ്ങനെ നൃത്തം ചെയ്യണു. പാട്ടുകാര് പാട്ടുപാടണം. അങ്ങനെ ഗംഭീര കലാപരിപാടികളാണ് അവിടെ നടക്കുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. നേതു മൃദംഗപടഹ ശംഖഭേര്യാനകാദയ നനൃതുർ നടനർത്തക്യ തുഷ്ടുസൂതമാഗതാഃ ജഗുസുഗണ്ഠ്യോ ഗന്ധർവ്യ സംഗീതം സഹഭർതൃകാഃ. മൃദംഗാദി വാദ്യങ്ങൾ മുഴക്കി നടന്മാരും നടികളും നർത്തനം ചെയ്തു. സൂതമാഗധന്മാര് സമയോചിതമായി വാഴ്ത്തി തുടങ്ങി. അവർക്ക് പുകഴ്ത്തലാണ് പണി. സ്തുതിക്ക എല്ലാവരും. സ്വരമാധുര്യമുള്ള കണ്ഠത്തോടുകൂടിയ പാട്ടുകാരികള് അവരവരുടെ ഭർത്താക്കന്മാരോട് കൂടി ചേർന്ന് പാട്ടുപാടി. തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തമഭ്യക്തമൃത്യുജ പത്നീഭിരഷ്ടാദശഭി സോമരാജമിവോടുഭി. അക്തം എന്ന് പറഞ്ഞാൽ കണ്ണെഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞേ വസുദേവര്. അപ്പൊ ഈ നല്ല ദിവസങ്ങളിലൊക്കെ അല്ലെ, പിറന്നാളായാലും വിവാഹമായാലും ഒക്കെ കണ്ണില് അഞ്ജനം എഴുതണം അതല്ലേ. അതാ അപ്പൊ അത് യാഗം തുടങ്ങാൻ പോകണം. അപ്പോൾ വസുദേവര് കണ്ണെഴുതിയിട്ടുണ്ട് എന്നാ പറയുന്നത്. പിന്നെ അഭ്യക്തം സർവാംഗം വെണ്ണ പൂശിയിട്ടുണ്ട് ശരീരത്തില്. അങ്ങനെ വിധിപ്രകാരം കണ്ണിൽ അഞ്ജനം തേച്ചും സർവാംഗം വെണ്ണ പൂശിയും 18 ഭാര്യമാരോടുകൂടി നക്ഷത്രസഹിതനായ ചന്ദ്രനെ എന്ന പോലെ ഇരിക്കുന്ന ആ വസുദേവരെ ഋത്വിക്കുകള് അഭിഷേകം ചെയ്തു. യജമാനെ ആദ്യം അഭിഷേകം ചെയ്യണം യാഗത്തില്. താഭിർദുകൂലവലയൈ ഹാരനൂപുര കുണ്ടലൈ സ്വലംകൃതാഭിർവിബഭൗ ദീക്ഷിതോ ജിനസംവൃത. പട്ടുവസ്ത്രങ്ങള്, കൈവളകള്, മുത്തുമാലകള്, കാൽച്ചിലമ്പുകള്, കർണാഭരണങ്ങള് ഇവയാൽ നന്നായി അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആ പത്നിമാര്. അങ്ങനെ നന്നായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആ പത്നിമാരോടുകൂടി ദീക്ഷിച്ചിരിക്കുന്നവനും കൃഷ്ണമൃഗ ചർമ്മം ധരിച്ചവനുമായ വസുദേവര് അപ്പോ അധികം വിശേഷവിധിയിൽ പ്രകാശിച്ചു. മുഖത്ത് നല്ല തേജസ്, നല്ല പ്രകാശം ഉണ്ടായിരുന്നു എന്ന് അപ്പോ വസുദേവർക്ക്. തസ്യർത്തിജോ മഹാരാജ രത്നകൗശേയവാസസ സദസ്യാ വിരേജുസ്തേ യഥാ വൃത്രഹണോത്വരേ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ മഹാരാജാവേ, വസുദേവരുടെ ഋത്തിക്കുകളും സദസ്യരും ഇന്ദ്രന്റെ ഋത്തിക്കുകളെയും സഭ്യന്മാരെയും പോലെ തന്നെ വിശേഷ വസ്ത്രാഭരണങ്ങൾ ധരിച്ച് ശോഭിച്ചു. തഥാ രാമശ്ച കൃഷ്ണശ്ച സ്വൈർബന്ധുഭിരന്വിതൗ രേജതുസ്വസുതേർദാരൈ ജീവേശൗ സ്വവിഭൂതിഭി. അപ്പോ സകല ജീവരാശികളെയും അവയുടെ നിലയ്ക്ക് നിർത്തി സൃഷ്ടി രക്ഷാസംഹാരാദികൾ നടത്തി വരുന്ന ഈശ്വരന്മാരായ ബലരാമനും കൃഷ്ണനും അവരവരുടെ ആഭരണങ്ങള്, ആയുധങ്ങള് ഇതൊക്കെ ധരിച്ച് ബന്ധുപുത്ര ഭാര്യമാരോടുകൂടി യോജിച്ചുകൊണ്ട് ഏറ്റവും ശോഭിച്ചു രാമകൃഷ്ണന്മാരും. ഈ ജേനുയജ്ഞം വിധിന അഗ്നിഹോത്രാദിലക്ഷണൈ പ്രാകൃതൈർവൈകൃതേ യജ്ഞൈ ദ്രവ്യജ്ഞാനക്രിയേശ്വരം. അഗ്നിഹോത്രാദി ലക്ഷണങ്ങളോടുകൂടിയ പ്രാകൃതങ്ങളും വൈകൃതങ്ങളുമായ യജ്ഞങ്ങൾ കൊണ്ട് യജ്ഞം തോറും വിധിപ്രകാരം ദ്രവ്യങ്ങൾക്കും ജ്ഞാനത്തിനും ക്രിയയ്ക്കും ഈശ്വരനായിരിക്കുന്ന ദേവനെ യജിച്ചു. അപ്പൊ ജ്യോതിഷ്ടോമദർശ പൂർണമാസാദികള്, ആംനാദ സർവാംഗങ്ങളായ പ്രാകൃത യജ്ഞങ്ങള് അവയിൽ വെച്ച് ഈ
ചോദനാലിംഗാദികൾ കൊണ്ട് അതിദേശപ്രാപ്താംഗങ്ങളായ സൗരസത്രാദികള്, വൈകൃത യജ്ഞങ്ങള്, യാഗത്തിന് ഉപയോഗിക്കുന്ന പുരോടാശം, ദ്രവ്യം, അവയെ നടത്തേണ്ട വിധിയുടെ ക്രമത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം, അവയെ നടത്തുന്ന ക്രമം തന്നെയാണ് ക്രിയ. ഈ മൂന്നിനും ഈശ്വരനായിട്ടുള്ള ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അഗ്നിഹോത്രാദി ലക്ഷണം പ്രാകൃത യജ്ഞങ്ങൾക്കും വൈകൃത യജ്ഞങ്ങൾക്കുമുള്ള സമാനധർമ്മം. അഗ്നിഹോത്രാദി ലക്ഷണങ്ങളോട് കൂടിയ രണ്ടുവിധ യജ്ഞങ്ങളെ നടത്തുന്ന സമയത്തും ആ ദ്രവ്യജ്ഞാന ക്രിയേശ്വരനായ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള മന്ത്രോച്ചാരണ വിധി പ്രകാരം അങ്ങനെ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് ഭഗവാനെ വേണ്ട പോലെ യജിച്ചു. അധർത്തിഭ്യോ ദദാൽ കാലേ യഥാംനാദം സദക്ഷിണാഃ സ്വലംകൃതേഭ്യോ ലംകൃത്യ ഗോഹൂ കന്യാ മഹാധനാഃ. അങ്ങനെ ആ യാഗത്തിന്റെ സമാപ്തി വന്ന സമയത്തില് വസുദേവര് സർവാംഗ അലങ്കൃതരായ ഋത്തിക്കുകൾക്ക് ആഭരണാദികൾ കൊണ്ട് അലങ്കരിച്ച പശുക്കളെയും കന്യകമാരെയും ഭൂമിയും വിധിപ്രകാരം ദക്ഷിണയായി നൽകി. പത്നീ സംയോജാവഭൃത്യൈ ചരിത്വാ തേ മഹർഷയ സസ്നു രാമഹൃദേ വിപ്രാ യജമാന പുരസ്സരാഹ. പത്നിയോടുകൂടി ചേർന്ന് ദീക്ഷാന്തസ്ഥാനം എന്ന ക്രിയ അനുഷ്ഠിച്ച ശേഷം യജമാനനായ വസുദേവനും യാഗം നടത്തിച്ച മഹർഷിമാരായ ബ്രാഹ്മണരും പരശുരാമനാൽ കൽപ്പിക്കപ്പെട്ട ആ സമന്ത പച്ചക തീർത്ഥത്തില് സ്നാനം ചെയ്തു. സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോദാൽ തഥാ സ്ത്രിയ തതസ്വലങ്കൃതോ വർണ്ണാൻ ആശ്വഭ്യോന്നേന പൂജയൽ. അങ്ങനെ സ്നാനം ചെയ്ത ശേഷം വസുദേവരും ഭാര്യമാരും വന്ദികൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും സംഭാവന ചെയ്തു. അതിനുശേഷം സകല വർണ്ണങ്ങളിലുമുള്ള ജനങ്ങൾക്കും അവിടെ വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ശ്വാക്കള മുതലായ പ്രാണികൾക്കും കൂടി അന്നം കൊടുത്ത് തൃപ്തിപ്പെടുത്തി. ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസ വിദർഭകോസലകുരുൻ കാശി കൈകേയ സൃഞ്ജയാൻ സദസ്യർത്തിക്സുരഗണാൻ നൃഭൂത പിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്ത പ്രയയൂക്രതും. ബന്ധുക്കളായ വിദർഭ, കോസല, കുരു, കാശി, കേകയ, സൃഞ്ജയ രാജാക്കന്മാരെ എല്ലാവരെയും അവരുടെ ഭാര്യാപുത്രാദികളെയും സദസ്സിലുള്ള മറ്റു ജനങ്ങളെയും കർമ്മങ്ങൾ നടത്തിയ ബ്രാഹ്മണരെയും ദേവന്മാര്, പിതൃക്കള്, ചാരണന്മാര്, മനുഷ്യര്, ഭൂതങ്ങൾ ഇവരെ ഒക്കെയും ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പൂജിച്ചു. അവരൊക്കെയും ലക്ഷ്മീ നിവാസഭൂതനായ ശ്രീകൃഷ്ണനോട് യാത്ര പറഞ്ഞ് വസുദേവര് നടത്തിയ യാഗത്തെ പ്രശംസിച്ചുകൊണ്ട് അവരവരുടെ സ്ഥാനത്തിലേക്ക് പോയി. എല്ലാവരും എത്ര ഗംഭീരമായ യാഗമല്ലേ, ആ ശ്രീകൃഷ്ണ ഭഗവാനല്ലേ കൂടെയുള്ളത് എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ട് ധാരാളം ധനവും കിട്ടി, ദാനായിട്ടും കിട്ടി. എല്ലാവർക്കും വളരെ സന്തുഷ്ടരായിട്ട് യാഗത്തെ പുകഴ്ത്തിക്കൊണ്ട് ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.